അപ്പോൾ ഗായ്സ് ഹായ്, എൻ്റെ പേര് അനസ്. തൃശ്ശൂർ മണ്ണുത്തിയിലാണ് വീട്. അപ്പോൾ ഞാനിപ്പോൾ ക്രൊയേഷ്യയിൽ വന്നിട്ട് ഏകദേശം ഒരു 8 മാസത്തോളമായി, 9 മാസത്തേക്ക് ആവണം. ഒരു 4 മാസമായിട്ട് ആദ്യം ഉമാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു CNC മെഷീൻ ഓപ്പറേറ്ററൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അതിനുശേഷം ഇവിടെ ക്രൊയേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള സാഗ്രേബിൽ വന്നിട്ട് ഏകദേശം 4 മാസമായിട്ട് ഞാനിവിടെ ടാക്സിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ഡെയിലി ലൈഫ് വ്ളോഗ് എന്നുള്ള പോലെ, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ക്രൊയേഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സാഗ്രേബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ടാക്സിനെ കുറിച്ചിട്ട്, ഇവിടുത്തെ ഡ്രൈവിങ്, ഇവിടുത്തെ ജോബുകൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാവും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ഈ കാണുന്നതാണ് ഞാൻ വണ്ടി ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി, സ്കോഡ ഫാബിയ 2012 മോഡല്. ഞാനിപ്പോൾ ഇത് ഒരു മാസമായിട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാനിവിടെ 125 euro ആണ് ഇതിന് ഒരു വീക്കിലി റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏൺ ചെയ്യണ എമൗണ്ടിൽ നിന്ന് ഇതിൻ്റെ ഒരു എമൗണ്ടൊക്കെ നമ്മളിതിന് റെൻ്റായിട്ട് പേ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഫ്യൂവലും കാര്യങ്ങളും നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, എന്തെങ്കിലും സർവീസ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കമ്പനി അല്ല, ഇത് ഞാൻ പ്രൈവറ്റായിട്ട് ഒരാളുടെ തന്നെ റെൻ്റ് എടുത്തേക്കണേ, അവർ നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബോൾട്ടിൻ്റെ ആപ്ലിക്കേഷൻ. ഇപ്പം ഏകദേശം സമയം 11:15 ഈ സമയത്താണ് ഞാൻ ഇന്ന് ഇറങ്ങുന്നത്. രാവിലെ കുറച്ച് പരിപാടികളുണ്ടായിരുന്ന കാരണം. അപ്പോൾ നമ്മളിതിലിങ്ങനെ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ സർക്കിളാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. നമുക്കിത് 2 ആക്കാം, അല്ലെങ്കിൽ 4 ആക്കാം വേണമെങ്കിൽ. അതിനനുസരിച്ച് നമുക്ക് ഓർഡർ വരും. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഇന്ധനം കത്തിച്ചിട്ട് വേണം നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് പിക്കപ്പ് ചെയ്യാനായിട്ട്. നമ്മളൊരു 3 കിലോമീറ്റർ സർക്കിൾ ഇടുമ്പോൾ ഏകദേശം 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഡ്രൈവ് വരുന്നത്. ഇത് മാഗ്നറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയിട്ടാണ് കറക്റ്റായിട്ട് ഇതിൽ നമുക്ക് ഓർഡർ വരും. ഇപ്പോൾ സമ്മറായ കാരണം ഏകദേശം ഇവിടെ ഓർഡറൊക്കെ കുറവാണ്, അത്യാവശ്യം നല്ല കുറവാണ്. അപ്പം ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ പകുതി ഓർഡറേ ഉള്ളൂ. ഒരു 2 മാസം കൂടി അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഓഗസ്റ്റ് 15 വരെ ഞങ്ങൾക്ക് ടാർഗറ്റൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ബോസ്. അപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരു ഫ്ലീറ്റ് മാനേജർ ഉണ്ടാവും, ആരെങ്കിലും ഒരാളുടെ ബോസ് ഉണ്ടാവും നമുക്ക് സ്വന്തമായിട്ട്. അപ്പോൾ അവരാണ് നമുക്ക് നമ്മുടെ ഇതിൽ വരുന്ന ക്യാഷ് പേയ്മെൻ്റ് അല്ലാത്ത കാർഡ് പേയ്മെൻ്റ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ അയാളുടെ കയ്യിലേക്കാണ് വരിക. അപ്പോൾ അവരാണ് നമുക്ക് വീക്കിലി നമുക്ക് പേ ഔട്ട് ഉണ്ടാവും. പിന്നെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലാണ് നമ്മുടെ ഏണിങ്സ് കാണിക്കുക. ഇപ്പം ഇന്ന് ഞാൻ ഒരു ഓട്ടോ എടുക്കാത്ത കാരണം അത് 0 ആയിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഓരോ ഓട്ടോ എടുക്കുന്നതിനനുസരിച്ചിട്ടും അനുസരിച്ച് ഇപ്പോൾ കറണ്ട് വീക്കിലി ഇങ്ങനെ വരും. നമുക്കത് വേണമെങ്കിൽ മന്ത്ലി ആക്കി ഇടാം. പിന്നെ ഇതിനെ ഓരോ വീക്ക് അനുസരിച്ചിട്ടും വരുമായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഡ്രൈവർ സ്കോർ, നമ്മൾ ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് അനുസരിച്ചിട്ട് വരും. പിന്നെ നമ്മുടെ ക്യാൻസലേഷൻ റേറ്റ്, പിന്നെ റൈഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അനുസരിച്ചിട്ടുള്ള കോംപ്ലിമെൻറ്റ്സ്, ആൾക്കാർ ഇതേപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യും നമ്മളെ, അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്സെപ്റ്റൻസ് റേറ്റ്, നമ്മൾ എത്ര റൈഡ് വരുന്നു, എത്ര റൈഡ് എടുക്കണു അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ 177 റൈഡ് വന്നതിൽ ഞാൻ 111 റൈഡാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ 11:24 ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് അടുത്ത് ആയിട്ടുണ്ട്. ഇപ്പോഴും ഓൺലൈനിൽ തന്നെയൊക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ നമുക്ക് തീരെ ഓർഡർ കുറവാണ്. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഓണാക്കുമ്പോഴേ നമുക്ക് ഓർഡർ അടിക്കും. അപ്പോൾ അത്രയും നല്ല സീസൺ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ടോട്ടലി ഇപ്പോൾ സാറ്റർഡേ, സൺഡേ, പിന്നെ ഇന്ന് മൺഡേ ആയിട്ടും ഇന്നും ഇവിടെ ഹോളിഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ടാവും പുറത്തേക്ക്. അതുകൊണ്ടാണ് നമുക്ക് തീരെ ഓർഡർ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പള്ളിയുടെ അവിടെയാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്ററുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ആണ് പോവുക. ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ സെൻറ്ററാണ്, മൊത്തം ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഏകദേശം ഓർഡർ അടിക്കുക. ശരിക്ക് തിങ്കളാഴ്ച രാവിലെ 7:30 ഇറങ്ങാറുള്ളതാണ്. ഇപ്പോൾ ഓർഡർ ഇല്ലാത്ത കാരണം, പിന്നെ കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മര്യാദകൾ പാലിക്കാനുണ്ട്. കറക്റ്റായിട്ട് വേണം നമ്മൾ, നമ്മുടെ നാട്ടിലത്തെ പോലെ നമുക്ക് റാഷ് ഡ്രൈവ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇവിടെ എല്ലാവരും കറക്റ്റ് റൂളാണ്. ഒരു സീബ്ര ക്രോസിൽ ഒരാൾ നിൽക്കണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നിർത്തണം. പിന്നെ അതൊക്കെ നമ്മളിവിടെ ഏകദേശം വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഈ കാണുന്നത് ഒരു മലയാളി ഹോസ്റ്റലാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു മലയാളി ഹോസ്റ്റലാണ്. അപ്പോൾ മലയാളികളല്ല, ഒരു ഇന്ത്യൻ ഹോസ്റ്റലാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന, പെട്ടെന്ന് ഈ സാഗ്രേബിലേക്ക് വരുന്ന ഒരുവിധം മലയാളികളും ഒരുവിധം
ഹിന്ദിക്കാരെല്ലാവരും ഈ ഹോസ്റ്റലിലാണ് വന്നിട്ട്. അവിടെ ഒരു ദിവസം 20 യൂറോയ്ക്ക് നമുക്ക് വിത്ത് ഫുഡ് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഇത് നമ്മൾ സ്റ്റോപ്പ് ബോർഡായ കാരണം നമ്മൾ ഇവിടെ നിർത്തി കൊടുക്കണം. ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഓരോ പ്രിഫറൻസ് ഉണ്ടാവും. നമുക്ക് ഓരോ വഴിക്കും ഓരോന്നിന് കറക്റ്റായിട്ടുള്ള പ്രിഫറൻസുകൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. കറക്റ്റ് മര്യാദയിൽ ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നല്ല ഫൈനും അത്യാവശ്യം പ്രശ്നങ്ങളും പിന്നെ പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യത. നമ്മൾ നമ്മുടെ വഴി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചായിട്ട് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ റൂൾസൊക്കെ നമുക്ക് ഏകദേശം ഫ്രണ്ട്ലിയാണ്. കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. അപ്പോൾ നോക്കി 3 ട്രാക്ക് കാണാണ്ട് റൂട്ടിൽ. അപ്പോൾ ഈ 3 ട്രാക്കിൽ നമുക്ക് നമ്മുടെ റൈറ്റിലേക്കുള്ള ട്രാക്കിൽ എടുത്തിട്ട് കിടന്നു. അങ്ങനെ നമ്മൾ കിടക്കണം. ഇനി നമ്മൾ സിഗ്നൽ ഗ്രീൻ ആവുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കണം. ബോർഡ് ഉണ്ട്, സെൻറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിവിടെ ട്രാമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, പിന്നീടുള്ള വീഡിയോകളിലൊക്കെ പറയാം. ഇതിവിടുത്തെ ഒഫീഷ്യൽ വണ്ടിയുടെ ഏതോ ആണ് നമ്പർ പ്ലേറ്റ്, അതാണ് ബ്ലൂ കളറ്. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ ഇവിടെയും ഭിക്ഷാടനത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ സിഗ്നലിൽ നിൽക്കുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാരില്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മളിവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഈ വണ്ടി ഡീസലാണ്, സ്കോഡ 2012 ഡീസലാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തി വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തന്നെ ഡീസൽ അടിക്കണം. നമ്മുടെ ഇവിടുത്തെ പോലെ എത്ര രൂപയ്ക്ക് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിച്ചു തരാനുള്ള എംപ്ലോയീസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ചെന്ന് ഇതാണ് യൂറോ ഡീസൽ എന്ന് പറയുന്നത് ഡീസൽ. ഈ സൂപ്പർ 95 എന്ന് പറയുന്നത് ഇവിടുത്തെ പെട്രോളാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓണാണ്. അപ്പോൾ പെട്ടെന്ന് എങ്ങാനും ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെടുത്ത് കയ്യിൽ പിടിക്കണം ഇതെപ്പോഴും. അപ്പോൾ ഇതിൽ ഓർഡർ വരികയാണെങ്കിൽ ഇതിൽ വൈബ്രേഷൻ ഉണ്ടാവും, റിങ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോക്കറ്റിലിട്ട് വെക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ സിമ്പിളായിട്ട് യൂറോ ഡീസൽ ഏതാണ് ഉള്ളതെന്ന് നോക്കുക. ഇതിൽ തന്നെ 2-3 വരുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്നതിൽ ഇത് എക്സ്പേർട്ട് എന്ന് പറയണത് ഒന്നും കൂടിയും റേറ്റ് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും സാധാ ഡീസലാണ്. ഇവിടെ ഏകദേശം 1 ലിറ്ററിന് 1.41 വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിൽ വയ്ക്കുക, ഇതിൻ്റെ അവിടെ എങ്ങനെ കാണുന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് അവിടെ റേറ്റും അതിൻ്റെ ഇടയിൽ എത്ര ലിറ്ററാണ് കയറണമെന്ന് കാണാം. യൂക്കുപ്പോണെന്ന് പറയുന്നതാണ് എത്ര യൂറോയ്ക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 15 യൂറോയ്ക്കാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇന്നോ നാളെ ഈ വണ്ടി കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഡീസൽ അടിച്ചിട്ടും കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 20-25 അടിക്കും. പിന്നെ ഇപ്പോൾ ഓർഡറും കുറവാണ്. അപ്പോൾ ഓട്ടം കുറവായ കാരണം നമ്മളതിനനുസരിച്ചിട്ട് അടിക്കണുള്ളൂ. 15 യൂറോയ്ക്ക് അടിച്ചാലും നമുക്ക് അത്യാവശ്യം ഇന്ന് മൊത്തമായിട്ട് ഓടും ചെയ്യാം. ഹായ്, Добрый 3, number 3. Yeah. Okay, thank you. Thank you. Bye. Bye. ഇവിടുത്തെ ഒരുവിധം ആൾക്കാരെല്ലാവരും നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലിയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു 80% ആൾക്കാരും നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലിയാണ്. ക്രൊയേഷ്യ എന്നുള്ള രാജ്യം തന്നെ സേഫായിട്ടുള്ള യൂറോപ്യൻ കൺട്രികളിൽ ഏറ്റവും നല്ല ഒരു രാജ്യമായിട്ടാണ് ഒരുവിധം എല്ലാവരും പറയാം. ഈ ബില്ലുകളെല്ലാം നമ്മളിവിടെ സൂക്ഷിച്ചു വയ്ക്കും. മന്തിൻ്റെ ആകുമ്പോൾ ഒരു ലൊക്കേഷൻ പറയും, അവിടെ നമ്മൾ കൊടുക്കണം. ക്രൊയേഷ്യയുടെ ഫ്ലാഗാണ്. ഞാൻ അതുപോലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ആൾക്കാർക്ക് ഇത് നമ്മളും നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. ചിലവർ ഇതൊക്കെ കണ്ട് നമുക്ക് ടിപ്പൊക്കെ തരും. ഇത് കണ്ടില്ലെങ്കിൽ നമുക്ക് ടിപ്പൊക്കെ കിട്ടും. നമുക്ക് അത്യാവശ്യം നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഒരാൾ ടിപ്പ് തരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി എടുക്കുകയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്, ദയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഓർഡർ അടിക്കുക. അപ്പോൾ കറക്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓണാവും. ഏത് വഴി കാണിക്കാനുള്ള ആപ്ലിക്കേഷൻ ഓണാവും. നമ്മുടെ അടുത്ത് നിന്ന് തന്നെയാണ് അടിച്ചേക്കണത്. ഇവിടുന്ന് 670 മീറ്റർ ഉണ്ട് ആ ലൊക്കേഷനിലേക്ക്. നമുക്ക് അങ്ങോട്ട് പോവാം. അധികം വീഡിയോസ് എനിക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം
നമ്മ വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ പറ്റില്ല. അപ്പൊ ഇപ്പൊ കയറിയ പാസഞ്ചർ നമുക്ക് ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു റൈഡ്. അപ്പോൾ €8.60 നമുക്ക് ആ റൈഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ബോൾട്ട് പേയ്മെന്റ് ആണ്, കാർഡ് പേയ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ക്യാഷ് വാങ്ങണം. അപ്പോൾ നമ്മൾ കൺഫേം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ റേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അവർക്ക് നമ്മളെ റേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് എന്നൊക്കെ കമൻറ്റ്. അപ്പോൾ അവർ നമുക്ക് അതേപോലെ കമൻറ്റ് ചെയ്ത് തരും. നമ്മളതിനെ കൺഫേം അടിച്ചിട്ടു. അപ്പോൾ അത് കാർഡ് പേയ്മെൻ്റ് ആയ കാരണം ഇതിൽ കാണിക്കാൻ ഒരു ഇച്ചിരി ലേറ്റ് ആവും. ചിലപ്പോൾ ഒരു 5 മിനിറ്റോ പിടിക്കും. അപ്പോൾ നമ്മളതുവരെ വെയിറ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ ഓർഡർ ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് വെയിറ്റിങ്ങിലായിരിക്കും. പക്ഷെ ഇപ്പോൾ അത് ഭയങ്കര ഷോക്കാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കണം ഒരു ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓർഡർ അടിക്കാനായിട്ട്. നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ബോൾട്ട് സെൻറ്റ്, പെറ്റ്, എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. എക്കണോമിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി സ്പീഡായിട്ട് അടിക്കും. പക്ഷേ എക്കണോമിയിൽ ചെറിയ ക്യാഷ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 9 കിലോമീറ്ററിന് ഓടിയിട്ട് ഇപ്പോൾ നമുക്കൊരു €8 വന്നത്. എക്കണോമി ആകുമ്പോൾ നമുക്ക് 9 കിലോമീറ്ററിന് ഓടി കഴിഞ്ഞാൽ ഒരു €6. പിന്നെ എക്കണോമി നമ്മൾ പിക്കപ്പ് ലൊക്കേഷനും അത്യാവശ്യം ദൂരത്തുനിന്ന് കിട്ടാം. അപ്പോൾ ഞാൻ പരമാവധി അത് ഇടാറില്ല. പക്ഷെ ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ഞാനത് ഇട്ട് നോക്കി. കാരണം അല്ലാതെ നമുക്ക് വർക്ക് നടക്കണില്ല. പക്ഷേ ഇന്ന് മൺഡേ കാരണം പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ലാസ്റ്റ് നടന്ന റൈഡ് €8.60. പാസഞ്ചർ നമുക്ക് എന്തെങ്കിലും മറന്നു വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 17 മിനിറ്റ് ഡ്യൂറേഷൻ, പിന്നെ 9.4 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ദുബ്രാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ലീലെന്നാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ പിക്കപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് എക്കോണമി എന്നാണ് അടിച്ചേക്കണത്. ഞാൻ തീരെ ഓർഡർ ഇല്ലാണ്ടായപ്പോൾ എക്കോണമി ഓണാക്കിയതാണ്. അതിൽ പേര് കിം കുസാൽ എന്നാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ നേപ്പാളി ആവാനാണ് സാധ്യത. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ ഇംഗ്ലീഷ് ഏജൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവില്ലോ. എനിക്ക് തോന്നണത് ഇന്ത്യക്കാരാവണം, അല്ലെങ്കിൽ നേപ്പാളീസ് ആവും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഓർഡർ അടിച്ചേക്കണത്. ഇത് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോസ്പിറ്റലാണിത്. ഇപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടാവാറുള്ളതാണ്. ഇവിടെ നമുക്ക് ടാക്സി ഉള്ള കാരണം നമുക്കിവിടെ വണ്ടി ഷോപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ഹോളിഡേ ആണ്. പിന്നെ പൊതുവെ ഇവിടെ സമ്മറായിട്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എമർജൻസി സൈഡിൻ്റെ അവിടേക്ക് വരാനാണ്. എമർജൻസി സൈഡ് ഇവിടെ എവിടെയും കണ്ണിയാൻ നോക്കിയിട്ട് കാണാനില്ല. ഇവിടെ 2 മിനിറ്റ് ശരിക്കും നമ്മളൊരു ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ചാർജ് ഇല്ലാതെ വെയിറ്റിങ്ങിന് നമുക്ക് എടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡ് വെയിറ്റിംഗ് ആണ് വരുന്നത്. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് 3 മിനിറ്റ് ആയിട്ട് അപ്പോൾ ടോട്ടൽ 5 മിനിറ്റ് എടുത്ത് ഞാനിപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവർ എമർജൻസി സൈഡിലേക്കാണ് വരാൻ പറയുന്നത്. എമർജൻസി സൈഡ് ഈ ബിൽഡിങ്ങിൻ്റെ ഏത് ഭാഗത്താണെന്ന് എനിക്ക് കണ്ടിട്ട് കാണാനും ഇല്ല, അവിടെ ചോദിക്കാനും ആൾക്കാരും ഇല്ല. അപ്പോൾ ഞാൻ പോകാൻ പറഞ്ഞ ഭാഗമൊക്കെ നോക്കി. എന്നിട്ട് ഞാനിവിടെ വീണ്ടും ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ചിലപ്പോൾ അവർ ക്യാൻസൽ ചെയ്യാനും സാധ്യതയുണ്ട്. അതെ, അവരെ ലൊക്കേഷൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, പാസഞ്ചർ ലൊക്കേഷൻ. അപ്പോൾ അവർ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഏകദേശം അടുത്ത് എത്താനായിട്ടുണ്ട്. ഒരു അർജൻറ്റീനയുടെ ജേഴ്സി ഇട്ടിട്ട് ഒരാൾ വരുന്നുണ്ട്. അയാൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഇൻഡിക്കേറ്റർ ഇട്ട് കാണിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഹലോ, അയാൾ തന്നെയാണ്. ഇപ്പോൾ 5:20 ആയിൻ്റെ ടൈം. അതിനനുസരിച്ച് പെയ്ഡ് വെയിറ്റിംഗ് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അവർ നമുക്ക് ഇവിടെ ഒരു ഇതൊന്നുണ്ട്, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ കാണിച്ച് ചാർജ് ആവില്ല, അവർ ഇറങ്ങുന്നത് കാണിക്കുക. കാരണം ഈ പെയ്ഡ് വെയിറ്റിങ്ങിൻ്റെ ചാർജ് കൂടി കൂടും. അപ്പോൾ ചില കസ്റ്റമേഴ്സ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളത് കണ്ട് കുറേ കസ്റ്റമേഴ്സ് നല്ല ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ബാഡ് ബിഹേവിയർ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ വരാൻ സാധ്യത. ഇപ്പോൾ അവർ വന്നിട്ടുണ്ട്. പറഞ്ഞില്ലേ, ഇപ്പോൾ വന്ന നേപ്പാളികൾ നമുക്ക് 4:30 തരേണ്ടടുത്ത് അവർ 4 തന്നുള്ളവരല്ലേ. കാരണം അവരുടെ മൊബൈലിൽ 2:70 കാണിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അധികമൊന്നും പറയാനൊന്നുമില്ല. അവർ ലൊക്കേഷൻ ഇട്ടത് റോങ് ആയിരുന്നു, അവർ ഇങ്ങോട്ട് വന്നില്ല. അയാൾ കാലൊടിഞ്ഞിട്ടൊക്കെ കയറിയത്. അപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാവണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്കറിയാൻ പറ്റും. ഇപ്പോഴൊക്കെ കുറേ നാളായ കാരണം നമുക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോണത്.
ആൾക്കാരെങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പം അത് നമ്മുടെയും പ്രശ്നമല്ല, കാരണം അവരിട്ട ലൊക്കേഷനിലേക്ക് നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അവരിട്ടത് എമർജൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ ഓണാക്കിയ വഴിക്ക് തന്നെ നമുക്കൊരു ഒരെണ്ണടിച്ചിട്ടുണ്ട്, ഗബ്രിയേല എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ദുബ്രവയിലുള്ള ട്രാം സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഓർഡർ ഇട്ടേക്കണത്. അത് കണ്ടില്ലേ, തീരെ റൂട്ടിലൊന്നും ആൾക്കാരില്ല, ഒട്ടും വണ്ടികളില്ല. ഇന്നിവിടെ ഹോളിഡേ ആണ് ശരിക്കും. അപ്പം ഞാൻ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ അതേ ഒരു 12:50 അപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും ലൊക്കേഷനിൽ കറക്റ്റ് 174 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊന്ന് അവരെ കോണ്ടാക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ തിരക്കില്ലാത്ത കാരണം കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബാക്കിൽ ട്രാം വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 4 ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തിയേക്കാണ്. എന്നാലും ഇവിടെ നിന്നൊരു ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? I am in location, Locacia. Un momento. Momento. Quem faz? Okay. എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് ഒരു ചേച്ചി ഓടി വരുന്നുണ്ട്. ഈ ചേച്ചിയാണ് ഗബ്രിയേലെന്ന് തോന്നുന്നത്. കണ്ട ഒരു മൊമെന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മിനിറ്റ് എന്നാണ്. ഒരു ട്രാം വരുന്നുണ്ട്. നമുക്ക് കണ്ട ട്രാമും ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി കയറ്റിയിടാം. അത് ട്രാം സ്റ്റേഷനാണ്. ട്രാമും വരുന്നുണ്ട്, ചേച്ചി ഓടി വരുന്നുണ്ട്. സീനാണ്. 220 യൂറോയാണ് ഈ പെണ്ണിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം തരാൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്. പിന്നെ അത് വീട്ടിലേക്കാണ്, ബാക്കിലത്തെ വീട്ടിലേക്കാണ് കയറിയേക്കണത്. അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. ചിലവരൊക്കെ ഇതേപോലെ നമുക്ക് ക്യാഷ് ഇപ്പം തരാമെന്ന് പറഞ്ഞാൽ ഒറ്റ പോക്ക് പോകും. പിന്നെ ഇങ്ങോട്ടും വരില്ല. നമ്മൾ അയാളെ തിരഞ്ഞു നോക്കിയിട്ട് കാണാനും പറ്റില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ചില്ലറ ഇപ്പോൾ തന്നിട്ട് പറയും, അല്ലെങ്കിൽ 2 ലൊക്കേഷൻ ഇടും. എന്നിട്ട് പറയും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ക്യാഷ് തരാം, ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവും. നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കും. പക്ഷേ കുറേയൊക്കെ നമുക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരും. ഇതിപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു ഞാൻ ഇതേ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിണ്ടായിരുന്നത്. കൊണ്ടു തന്ന ഭാഗ്യം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇല്ലാട്ടാ ചേച്ചി വന്നിട്ടുണ്ട്. ഹായ്. ഓക്കെ. 10 യൂറോ. ഓക്കെ. 220 ആണ്. അപ്പോൾ നമുക്ക് ബാലൻസ് കൊടുക്കേണ്ടത് 73. ബൈ. ഓക്കെ. അതാണ് ഗബ്രിയേല. 1 യൂറോ, പിന്നെ 2 യൂറോ, 50 സെൻറ്റ്, 20 സെൻറ്റ്, അങ്ങനെ കുറച്ച് ചില്ലറ എപ്പോഴും വെച്ചിട്ടുണ്ടാവും. പിന്നെ ടിപ്പ് തരുന്ന കാശൊക്കെ ഇതിലിടും. പിന്നെ നമുക്ക് ടിപ്പൊന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഏകദേശം ഈ എക്കണോമിയിൽ ഓടണ ഒരുവിധം നമുക്ക് ടിപ്പ് തരില്ല. അല്ലാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ടിപ്പ് ഉണ്ടാവും. ഇപ്പോൾ വേണ്ട എക്കണോമി ഓണാക്കാതെ രക്ഷയില്ല. എക്കണോമി ഓണാക്കി കഴിഞ്ഞാൽ ഓർഡർ ഉണ്ടാവും. 1.8 കിലോമീറ്ററിൽ നിന്ന് നമുക്കൊരു പിക്കപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ വഴികളിലാണെങ്കിലും ഇതേപോലെ സിഗ്നൽ ഉണ്ടാവും കേട്ടോ. സിഗ്നൽ തെറ്റിച്ച് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ നിന്ന് വണ്ടി ഹൈ സ്പീഡിലാവും വരുന്നുണ്ടാവുക. ഇപ്പോൾ സമയം 1:34 ആയിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഓടിയേക്കണത് 27 യൂറോയ്ക്കാണ്. ഇപ്പോൾ നമ്മളൊരു 11:30 ഇറങ്ങിയിട്ട് 12:30 2 മണിക്കൂർ നമ്മൾ 27 യൂറോയ്ക്ക് ഓടി. പക്ഷേ 27 യൂറോയിൽ നമുക്ക് 20 യൂറോണ് നെറ്റ് കയറുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സംഭവം. നമ്മളിപ്പോൾ ഇത്ര യൂറോയ്ക്ക് ഓടുമ്പോൾ ഈ നെറ്റ് ഇത്ര എന്നുള്ള പോലെ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എത്ര കുറഞ്ഞിട്ടാണ് കയറുക. അപ്പോൾ നമ്മളൊരു 600 നെറ്റ് എത്തിക്കണം എന്നാണ് നമ്മുടെ വീക്കിലി ടാർഗറ്റ്. ശരിക്കും ആ 600 നെറ്റ് എത്തണം വരെ നമ്മൾ ഓടണം. ഇപ്പോൾ അത് 500 കുറച്ചിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനി മാത്രം. അപ്പോൾ പല കമ്പനിക്കാരും പല പോലെയാണ്. ഇപ്പോൾ ഞങ്ങൾ 90-10 എന്ന് പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജിലാണ് ഓടുന്നത്. അപ്പോൾ 90% നമുക്കും 10% നമ്മുടെ ബോസിനും എന്നുള്ള പോലെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യണേ. പക്ഷെ എല്ലാവരും അതേപോലെ അല്ല. ചിലവർ 60-40, 40-60 അങ്ങനെയൊക്കെ ഒരു ഇതിൽ ഓടുന്നുണ്ട്. അപ്പോൾ അവർ കമ്പനി വണ്ടി പ്രൊവൈഡ് ചെയ്യും. വണ്ടിയുടെ റെൻറ്റ് കൊടുക്കണ്ട, അതിൻ്റെ ഗ്യാസ്, പെട്രോളോ ഡീസലാണെന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഓരോ സർവീസുകൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വണ്ടിയുടെ റെൻറ്റ് കൊടുക്കണം. എനിക്ക് സ്കോഡയ്ക്ക് വരുന്നത് 125 യൂറോയാണ് വീക്കിലി റെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ അതിന് മുമ്പുണ്ടായിരുന്ന വണ്ടികൾക്ക് 140 വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിക്ക് എനിക്ക് 125 രൂപയാണ്, 125 യൂറോ ആണ് റെൻറ്റ് വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 11,000 രൂപ അടുത്ത്
ഞാൻ വീക്കിലി ഇതിന് വേണ്ടി പേ ചെയ്യുന്നുണ്ട്, ഓരോ വീക്കിലും വണ്ടിക്ക് വേണ്ടി പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരും. പിന്നെ നമ്മളൊരു 150 യൂറോ എടുത്ത് ഡീസലിൻ്റെ ക്യാഷ്, അതിപ്പോൾ അത് ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഏകദേശം ആ ഒരു റേറ്റ് ഒക്കെ തന്നെ വരും. 150 യൂറോ എടുത്ത് വരും. നല്ല ഓട്ടം എന്നുണ്ടെങ്കിൽ ആ 150 ആ ഒരു റേഞ്ചൊക്കെ വരും. എന്തായാലും ഒരു 120 മുതൽ 150ൻ്റെ ഉള്ളിലായിട്ട് എന്തായാലും നമുക്ക് ആ ഒരു ഡീസലിൻ്റെ കാശൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ ഇന്നിപ്പോൾ എത്രയ്ക്ക് ഓടും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഒന്നാമത് ഇവിടെ ഹോളിഡേ ആണ്. പിന്നെ ഇവിടെ വർക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്. ഇപ്പോൾ ആകെ എടുക്കണം മെഗാന് കൊടുക്കുന്നത് 140 ആണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. 140 യൂറോ ആണ് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒന്നുകൂടി നല്ല വണ്ടിയാണ്. ഒന്നുകൂടി നീളമുണ്ട്, ഒന്നുകൂടി കംഫർട്ടാണ്. ഇതിൽ നമുക്ക് കംഫർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം. ഇതൊരു 2:50 അതിൻ്റെ നമ്മളൊരു 1:40 കയറിയതാണ് ഫുഡ് അടിക്കാൻ. കുറച്ച് നേരം ഫുഡ് അടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ ഗൈസ്, നല്ല വെയിലാണ്. നമുക്ക് ആദ്യത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ കവല. ചെറിയൊരു പെട്ടിക്കടയുണ്ട് ഇവിടെ, ഒരു ചേച്ചിയുടെ. കാണാതെ ഒരു ഉച്ചയാകുമ്പോൾ അടയ്ക്കും തോന്നുന്നുണ്ട്. അവിടെ അടച്ചു. ഇനി ഒരു 3 മണി 4 മണി ആകുമ്പോൾ തുറക്കുള്ളൂ. ഇവിടെ ഓഫീസ് ടൈം വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. 2 മണി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു റഷ് ഉണ്ടാവും ഓട്ടത്തിന്. പക്ഷെ ഇപ്പം ഇന്ന് ഹോളിഡേ കാരണം അതുണ്ടാവില്ല. അല്ലാത്ത ദിവസം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു സമയത്ത് കുറച്ച് തിരക്ക് വരും. ഗൈസ് ആകാശമൊക്കെ നോക്കി നല്ല രസമുണ്ടല്ലേ. ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്രൊയേഷ്യ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇത് ആ ചെക്കെന്ന് വന്നിട്ട് ഓടി വരുന്നത്. അങ്ങനെ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് 8 യൂറോ 40 സെൻറ്റാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ദേശ. അപ്പോൾ ഇതാ നമ്മുടെ ദാശ. ഇത് കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു. 6 യൂറോ കയറിൻ്റെ. കൂടുതൽ ബൈക്ക് കാണാൻ സാധിക്കുന്നത് കുറവാട്ടോ. അങ്ങനെ ഇടയ്ക്ക് സമ്മറായ കാരണം ഇടയ്ക്ക് ഇങ്ങനെ ബൈക്കുകൾ ഉണ്ടാവും. ഇത് കണ്ടില്ല, റോട്ടിലൊന്നും ഒരാളില്ല, ഒരു വണ്ടിയില്ല, ഒരാളില്ല. ഏകദേശം നമുക്ക് ഞാൻ അടുത്ത അടിച്ചിട്ടുണ്ട് മിസ്സിലാവും. അടിപൊളി. അപ്പോൾ പാസഞ്ചർ ഓർഡർ ക്യാൻസലാക്കി. കാരണം നമ്മളിതൊരു 10 മിനിറ്റ് അടുത്തായിട്ടുണ്ട് ഈ റെയിൽവേ ക്രോസിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് ഓപ്പൺ ആക്കാറുള്ളതാണ്. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് ചുറ്റി വളഞ്ഞ് പോവാം. പക്ഷെ ഇവിടുന്ന് ആകെ 730 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇതാ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ്. എന്തായാലും ഓർഡർ ക്യാൻസലായി. സിറ്റിയുടെ ഒരറ്റത്തുള്ള ട്രാൻസ് സ്റ്റേഷൻ. ഇവിടെ ഒരു ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ ഷോപ്പുകളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതാ കാണുന്നതാണ് ലിറ്റിൽ ഇന്ത്യ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാമിൻ്റെ അപ്പുറ സൈഡും സെൻട്രൽ റോഡിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ട്രാമിൻ്റെ ഈ സൈഡും അപ്പുറ സൈഡും മാത്രമേ വണ്ടികൾ പോവുള്ളൂ. പക്ഷെ നമുക്ക് ടാക്സി ബോർഡ് വെച്ചിട്ടുള്ള ടാക്സി വണ്ടികൾക്ക് ട്രാമിൻ ലൈനിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റും. എല്ലാ ട്രാം ലൈനിൽ കൂടെ അല്ല, ചില ട്രാമിൻ ലൈനിൽ കൂടെ മാത്രം പോകാൻ പറ്റില്ല. ബാക്കി ഒരുവിധം എല്ലാ ട്രാം ലൈനിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഈ ലൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ബ്ലൂ അല്ല, ഈ യെല്ലോ കളറ് സൈഡ് ലൈൻ കൊടുത്തേക്കണ വരകളിൽ കൂടെ ഉള്ള ട്രാം ലൈനിൽ കൂടെ ഒക്കെ നമുക്ക് പോകാൻ പറ്റും. അത് ടാക്സി, ഈ ബസ്, പിന്നെ ഈ ട്രാം, അങ്ങനെ 3 സർവീസ് മാത്രം. ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് സർവീസാണ്. കണ്ട ആ ബസ് ഉണ്ട്. ബസ്സും ഈ ട്രാമും അല്ലാതെ ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും അവർക്കും അവരുടെ സെറ്റിൻ്റെ വണ്ടികൾക്കും ഈ ട്രാം ലൈനിൽ കൂടെ പോകാം. എത്ര കൺസ്ട്രക്ഷൻ ആണെങ്കിലും അവിടെ ഒരു റെഡ് സിഗ്നൽ ആണെങ്കിൽ നമ്മളവിടെ നിർത്തിയിടണം. വേണ്ട, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ലൈന് പൊളിച്ചിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഈ കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. നമ്മളിപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടെ ഒരു ട്രാം ലൈൻ അങ്ങോട്ടും ഒരു ട്രാം ലൈൻ ഇങ്ങോട്ടും, സെൻറ്ററിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു ലൈനായിട്ടത്. അപ്പം നമുക്ക് ഓർഡറില്ല, നമ്മളിങ്ങനെ ഓർഡർ നോക്കിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അപ്പോൾ അതൊരു ഓർഡർ ആയിട്ടിത് ഫിലിപ്പീൻസ് ചേച്ചിയാണ്. ഐ ഹാവ് സം യൂട്യൂബ് വ്ളോഗ്സ്. ഓക്കെ, ബൈ ബൈ. ഇപ്പോൾ ചേച്ചിന് മുമ്പ് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. 1 മാസമായിട്ട് ഇവർ ബോസിൻ്റെ കൂടെ സ്പ്ലിറ്റിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇവരൊക്കെ 1 മാസത്തേക്കാണ് വെക്കേഷൻ എടുക്കുക. അപ്പോൾ അവിടെ ആയിരുന്നു. പിന്നെ ചേച്ചി ഇവിടെ വന്നു.
ഇപ്പം നമുക്കൊരു ഡെലിവറി, ഇപ്പം നമുക്കൊരു ബോൾട്ട് ഡെലിവറിയാണ് കിട്ടിയേക്കണേ. ഇത് കണ്ട, ഇത് നമ്മുടെ ഇത് തന്നേക്കാണ് ഈ പറഞ്ഞ ലൊക്കേഷനിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ബോൾട്ട് ഡെലിവറി എന്ന് പറയുന്നത്. ഒരു ഓർഡർ കിട്ടിയത് ഒരു മലയുടെ മുകളിലേക്കാണ്. നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു 5-6 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നമ്മളൊരു ഹൈ റേഞ്ച് പോലത്തെ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ജാഗ്വാറും BM ഒക്കെ എടുക്കണുണ്ട്. ഇതാണ് കാണുന്ന ജാഗ്രൈവ് എന്ന് പറയുന്ന സിറ്റി. സൂപ്പർ സൂപ്പർ Super. Yeah, super. View is okay. Yeah, view. Super view. And my friend. Guarda, that's my friend of yours. Тебе буде. Просто того лудило. പിന്നെ നമുക്ക് ലാസ്റ്റ് വന്ന കസ്റ്റമർ കുറച്ചും കൂടി പോവും, അങ്ങനെയാണെങ്കിൽ അവർ ക്യാഷ് ആയിട്ട് പേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഒരു ഏരിയയിലേക്ക്. നമ്മുടെ എയർപോർട്ടിൻ്റെ അപ്പുറത്തുള്ള ചെറിയൊരു സിറ്റിയാണ് വെല്ലിക്കോഗോരിസ് എന്നതിൻ്റെ പേര്. ഇതിൻ്റെ ബസ് സ്റ്റാൻഡാണ് ഇതിൽ കാണുന്നത്. എന്താ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വീടിൻ്റെ അവിടെ നൈസായിട്ട് ഇങ്ങനെ ഒന്ന് മഴ തൂളുണ്ട്. മഴ തൂളാണെങ്കിൽ ഓട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വേഗം ചായ കുടിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ട്രാം സ്റ്റേഷനും വരുന്നുണ്ട്. ഈ കാണുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചൈനീസോ അല്ലെങ്കിൽ കൊറിയനോ ആണ്. അവർ ഫേസ് കട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനിൽ പെട്ട ഒരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ സമ്മർ ആകുമ്പോൾ എല്ലായിടത്തും കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരാൾ ചെറിയ കൊടിയായിട്ട് പോകുന്നുണ്ട്. അവർ ടൂറിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം. അപ്പോൾ ആ ഒരു ടീം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇന്ന് പൊതുവെ ആൾക്കാർ ഭയങ്കര കുറവാണ്. ഇന്നിവിടെ ഹോളിഡേ ആണ്. സമയം നോക്കിയേ 8 മണിയായിട്ടാ. എന്നിട്ട് ഇവിടുത്തെ വെളിച്ചം പോയിട്ടില്ല. ഇവിടെ കുറച്ച് കാർമേഘമൊക്കെ ഉള്ള കാരണമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ബ്രൈറ്റ് ആയേനെ. ടെസ്ലയുടെ ടാക്സി കണ്ട. നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. നമ്മളിത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയമായപ്പോൾ ഓട്ടൊക്കെ ഒന്ന് കുറഞ്ഞു. പിന്നെ 9 മണിയായി. അപ്പോൾ നമ്മൾ പതുക്കെ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തു. വീട്ടിലുള്ള ലൊക്കേഷനായിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഓടിയത് ടോട്ടൽ 104 രൂപയ്ക്ക്. ഇന്ന് നമ്മൾ 104 യൂറോയ്ക്ക് നമ്മൾ ടോട്ടൽ ഓടിയിട്ടുണ്ട്. പക്ഷെ തന്നെ നെറ്റ് കയറിയേക്കണത് നമുക്ക് 78 യൂറോ ആണ്. ഞാൻ നെറ്റ് ഏകദേശം 100 യൂറോ എടുത്ത് ഓടാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ ഓൾറെഡി ഹോളിഡേ ആയിരുന്നു. എന്നിട്ടും നമ്മൾ കുഴപ്പമില്ലാണ്ട് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.